കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. നമസ്കാരം. ഇന്ന് നമ്മൾ സമരമുഖത്ത് കാണാൻ പോകുന്നത് MT തോമസ് ആണ്. പുള്ളിയുടെ സമരങ്ങളെല്ലാം ഒറ്റയാൾ സമരങ്ങളാണ്. കാരണം തൊടുപുഴയിൽ വലിയ വലിയ അഴിമതികളും അനീതികളും നടക്കുമ്പോൾ മറ്റു തരത്തിലുള്ള പ്രതിഷേധക്കാരെ അപ്രസക്തമാവുകയാണ് സമൂഹത്തിൽ. എന്താണെന്നറിയത്തില്ല. പക്ഷേ ഒറ്റയാൾ സമരങ്ങളിൽ കൂടെ ജനവധി പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ ജനസമൂഹത്ത് കൊണ്ടുവരികയും അതിന് പരിഹാരവും കണ്ടിട്ടുണ്ട്. ഒരു 15 വർഷം മുമ്പ് നമ്മുടെ പാർക്കിൽ തലയും കുത്തി നിന്ന് സമരം ചെയ്ത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 12 വർഷമായി. അതുപോലെ നിരവധി സമരങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്ത് എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളിലേക്ക് ലക്ഷ്യം കാണുന്നുണ്ട്. ഇന്നും തൊടുപുഴയാറ്റിലെ വെള്ളവുമായി സംബന്ധിച്ച് വളരെ അഴുക്കുകൾ ലയിച്ച് അത് മലിനമായിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആൾക്കാർ താഴെ ഭാഗങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ശുദ്ധജലം ആണ്. പക്ഷേ ഇത് ഇവിടുന്ന് തൊട്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. പറ്റില്ല, ഇവർക്ക് പണം മതി. മാസാവസാനം ആഴ്ച അവസാനം ശനിയാഴ്ച ദിവസം 5 മണി കഴിയുമ്പോൾ അവർക്ക് കീശ വീർത്താൽ മതി. നമ്മളെ നിൽക്കട്ടെ. ഇവിടുത്തെ ഇൻസ്പെക്ടറെ പലം നിർത്തി വിളിച്ചിട്ടുണ്ട്. പച്ചമീൻ, ചീഞ്ഞാമീൻ, വിഷമൃത്തികൾ കളിക്ക് പുറത്തെ വിളിച്ചിട്ട് ഒരു നിർത്ത് പോലും എടുത്ത് വന്നിട്ടില്ല. നമ്മുടെ തൊടുപുഴ നഗരസഭയുടെ വോട്ടുകളിലൂടെ വേസ്റ്റ് വെള്ളമാണ് ഈ വന്ന് ചാടുന്നത്. ചീക്കുട്ടി എഞ്ചിനീയർ മുതൽ ഇടുക്കി കളക്ടർ മുതൽ ആരോഗ്യ വകുപ്പ് മന്ത്രി മുതൽ ഈ റിപ്പോർട്ട് കണ്ടാൽ ഉടൻ തന്നെ 8 ദിവസത്തിനകം ഈ ചായക്കട എവിടെ നിന്ന് വരുന്നു, ഏത് ആശുപത്രിയിൽ നിന്ന് വരുന്നു, ഏത് മുറുക്കാൻ കടയിൽ നിന്ന് വരുന്ന ഈ വേസ്റ്റ് വെള്ളം മാറിയിട്ട് ഇവിടെ നിൽക്കാൻ പറയും. ഈ വെള്ളമാണ് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ കിടക്ക് മണമായതുകൊണ്ട് ലോകാധിപതിയിലെ നഗരസഭ നടത്തുന്നത്. ഈ നഗരസഭയുടെ പേരിൽ അപ്പോൾ തല തട്ടിപ്പോവാ, എൻ്റെ തല തട്ടിപ്പോവുകയാണ്. ഈ നഗരസഭ അഴിമതി, ഒന്നാമത്തെ അഴിമതി ഇത് തന്നെയാണ്. രണ്ടാമത് നമ്മുടെ നടപ്പാതയിലുള്ള തടസ്സങ്ങൾ, ഈ ആറ്റിക്കോളെ ഈ വെള്ളം ഒഴുകുന്നത് കാണുന്നില്ലേ? നഗരസഭ ഏറ്റവും വലിയ അവർക്ക് മൂക്കിൻ്റെ താഴെ ഇരിക്കുന്ന സാധനമാണല്ലേ. നമ്മുടെ ഈ നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കോ ഇവിടുത്തെ വാച്ചർമാർക്കോ നിസ്സാരം എല്ലാം കണ്ടുകൊണ്ടിരിക്കണല്ലേ. ഈ വേസ്റ്റ് എവിടുന്ന് വരുന്നു? അടിയന്തരമായി എനിക്ക് മറുപടി തന്നിരിക്കുന്ന നഗരസഭ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കും പതക്കം വെച്ചിരിക്കും. മാന്യപ്രേക്ഷകരെ, തൊടുപുഴയുടെ നേരിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. 365 ദിവസവും ഒഴുകുന്ന ഒരു പുണ്യ നദി എന്ന് പറയില്ല. കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ ഇത് സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഭരണാധികാരികൾ. ഇത് ഇവിടെ മൂക്കുപൊത്തിയിട്ട് നിൽക്കാൻ വേണ്ടില്ല. ഉള്ള ഡ്രെയിനേജ്, അതുപോലെ തന്നെ വേസ്റ്റ്, ഇത് പകൽ കാണുന്ന സംഭവമാണ്. രാത്രിയിൽ എന്തെല്ലാം മാലിന്യങ്ങൾ ഏതൊക്കെ ഈ ആറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് തന്നെ നമുക്കറിയത്തില്ല. ഇതാണ് പുള്ളി ചെയ്യുന്ന സമരം. പുള്ളിയുടെ സമരത്തിന് പല അഭിപ്രായങ്ങളും പറയും. പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഇതിപ്പോൾ പിള്ളകളിയല്ല, ഇത് യാഥാർത്ഥ്യങ്ങൾ. ഇത് കണ്ട് മാറ്റം വരുത്തണം, ഉടനടി മാറണം. നമ്മുടെ പി ജോസഫ് മന്ത്രിയൊക്കെ ഇവിടെ നിരവധി പ്രാവശ്യം, ജലവകുപ്പ് മന്ത്രി, 50 വർഷത്തോളം MLA, വിവിധ സ്ഥാനങ്ങൾ വഹിച്ച ഈ ആറ്റിലെ തൊടുപുഴയാറിൻ്റെ കാര്യം ഇതുപോലെ പരിഹരിച്ചാൽ പോരാ. ഇതിന് താഴേക്ക് ഇത് ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ജനം വലയുന്നതാണ്. നിരവധി ജനങ്ങളാണ്, ലക്ഷം ജനങ്ങളാണ് നമ്മുടെ ആറ്റിലെ, അതായത് മലങ്കര ഡാമിൽ നിന്ന് വരുന്ന, മലകളിൽ നിന്ന് വരുന്ന പുണ്യതീർത്ഥം നദി വെള്ളം എന്ന് പറയുന്ന പോലെ ഇത് ശുദ്ധീകരിക്കാതെ തന്നെ കുടിക്കുന്നവരുണ്ട് താഴേക്ക്. അതുകൊണ്ട് ഈ കാണുന്ന മാലിന്യം ഒഴുകുന്നത് അതീവ ജാഗ്രതയോടെ തന്നെ ഇത് കണ്ട് ഇതിന് നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സമരം തീർന്നില്ല. ഒറ്റയാൾ സമരം വീണ്ടും തുടങ്ങുന്നു. അതായത് KSRTC മൂലമറ്റം ജംഗ്ഷൻ കാലങ്ങളായി ട്രാഫിക് പരിഹാരത്തിന് പോംവഴികളില്ലാതെ പോലീസുകാർ നെട്ടോട്ടം കറങ്ങുന്ന കാഴ്ചയാണ്. ഈ കടും ചൂടിലും അവരുടെ പ്രയത്നങ്ങൾക്കും ശാശ്വത പരിഹാരം വേണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വേറിട്ട സമരമുഖത്തേക്ക് റീത്തുവയ്ക്കുകയാണ് സിഗ്നൽ പടിക്കൽ. തൊടുപുഴയിലെ ഏറ്റവും വലിയൊരു തിരക്കുള്ള ജംഗ്ഷനാണ് ഇത്. നമ്മളെ പാവപ്പെട്ട പോലീസ് ഈ വെയിൽ കൊണ്ട് ഇവിടെ കിടന്ന് പൊരിയുന്നു. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനില്ലാതെ എല്ലാ ദിവസവും പോലീസ് കൊഴിഞ്ഞു വീണ് മരിക്കുന്നു. അനോകം ആൾക്കാർ കൊഴിഞ്ഞു വീണ് മരിക്കുന്നു. ഏതാണ്ടോ ഈ വഴിക്ക് ഏതാണ്ടോ ഒരു
22 അടി വീതിയുള്ള റോഡാണ്. ഇന്ന് ഈ റോഡിനെ മുക്കാച്ചാൻ വഴിയുള്ളൂ. ഈ ലൈറ്റ് തെളിയുന്നില്ല, ചത്ത് കൊടുക്കുവാണ് ഇവിടെ, ചത്ത. അതിന് പുഞ്ചാമ്പം കൊടുക്കുകയാണ് എമ്മിറ്റ് തോസ. ഇത് നോക്കൂ, ഇവിടെ ചത്ത് കൊടുക്കുകയാണ്. എന്താ പോലീസ് പേരോട്ട് പോലീസ് വീഴുന്നു. ഒരു കുടിക്കാൻ വെള്ളം കുടിക്കാനോ ഒരു മൂത്രമൊഴിക്കാൻ പോലും സമയമില്ല. നിങ്ങൾ നോക്കാം, കിലോമീറ്റർ ദൂരെയാണ് വണ്ടി നടക്കുന്നത്. ഉപ്പ് വയ്ക്കാൻ പോവുകയാണ്. കത്താത്തോണ്ട് വിഷമായിട്ടാണ് വീട്ടിൽ വെച്ച സാമ്പ്രാണി മെഴുതിയിട്ട് കത്തിക്കുന്നത്. 30 ദിവസത്തിനകം എനിക്കിത് സാധിച്ചു കിട്ടണം. അല്ലാത്ത വർഷം ഗവൺമെന്റിനോട് നേരിട്ട് കോടതിയിൽ പോയി നടപടി എടുക്കാനാണ് തീരുമാനം. കേട്ടോ, വേലായതുകൊണ്ട് തീ പിടിക്കാൻ ചാൻസ് മുഴുവൻ കടലാസായതുകൊണ്ട് ഇത് സമർപ്പിക്കുകയാണ്. ഇത് തെളിക്കാൻ തിരിയാണ് കൊണ്ടുവന്നത്. നക്ഷത്രമാരം നല്ല വെയിലാണ്. ഇത് എല്ലാം ഗവൺമെന്റ് ദിവസമായി കാണേണ്ടതാണ്. ഇടുക്കി കാലത്ത് വരെ കാണുന്ന ഈ സംഭവം വെയിലായതുകൊണ്ട് തീ പിടിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച തൊടുപുഴയുടെ ടൂറിസം വികസനങ്ങളും മറ്റും മോഹവാഗ്ദാനങ്ങളിൽ കൂടെ പ്രചരിപ്പിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് തോമസ് ഏട്ടൻ്റെ ഈ ഒറ്റയാൾ സമരം ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ ഗൗരവത്തോടുകൂടി ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കയ്യേറ്റങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഈ ജംഗ്ഷൻ കാലങ്ങളായി കിടക്കുന്ന ട്രാഫിക് ബ്ലോക്കുകളും സിഗ്നൽ ലൈറ്റുകളും പരിഹരിക്കപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് KK വിജയൻ.